എടി കാവ്യേ, ഈ ലോകത്ത് ആർദ്ര ഒരു പുരുഷനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവനെ മാത്രമേ മോഹിച്ചിട്ടുള്ളൂ. അവനൊന്നിച്ചുള്ള ജീവിതം മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനുവേണ്ടി എൻ്റെ ജീവൻ ത്യാഗം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് അവൻ്റെയൊപ്പം ജീവിക്കണം. പിന്നെ നമ്മൾ പറയാറില്ലേ, ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാകൂ എന്ന്. അങ്ങനെ എനിക്ക് വളമാകാൻ വേണ്ടി ചെയ്യുന്നതാണ് തീർത്ത എന്ന ആ പീറപ്പെണ്ണ്. പിറകിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൾ ചുണ്ടു ഒരു വശത്തേക്ക് കോട്ടി പുച്ഛത്തോടെ ചിരിച്ചു. ഗേറ്റിന് മുൻപിൽ ഓട്ടോ ഇറങ്ങിയ തീർത്ത ചെറിയ പേടിയോടെയാണ് അകത്തേക്ക് കയറിയത്. ഹാളിലെ സോഫയിൽ അവളെയും കാത്തെന്ന പോലെ മുറുകിയ മുഖത്തോടെ പാർവതി ഇരിപ്പുണ്ട്. അവരെ കണ്ടതും അവളുടെ മനസ്സ് പെരുമ്പറ മുഴക്കി. ചോദിക്കാതെയും പറയാതെയുമുള്ള ഈ പോക്കൊന്നും ഇവിടെ പറ്റില്ല. പാർവതിയുടെ മുഖം ദേഷ്യത്താൽ മുറുകി. അത് അമ്മേ, മാധവേട്ടൻ. അവൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും പാർവതി കൈയുയർത്തി തടഞ്ഞു. അധികം വിശദീകരണമൊന്നും വേണ്ട. തോന്നിയ പോലെ നടക്കാനൊന്നും ഇവിടെ പറ്റില്ല. അതുമാത്രം മനസ്സിൽ വെച്ചാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവർ അമർത്തി ചവിട്ടി അകത്തേക്ക് പോയി. അവരുടെ വാക്കുകൾ കേട്ട് തീർത്ത സ്വയമേ ഒരുക്കി. കൺകോണിൽ ഊറിത്തങ്ങിയ കണ്ണുനീർ അമർത്തി തുറച്ചുകൊണ്ട് അവൾ പതിയെ അകത്തേക്ക് നടന്നു. മോൾ എവിടെ പോയതാ? അതും പറയാതെ ചേച്ചി ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുകയായിരുന്നു. മോഹനൻ്റെ മുഷിഞ്ഞ ഡ്രസ്സുകളുമായി താഴേക്കിറങ്ങി വന്ന ജാനകി അവളെ കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ മാധവേട്ടൻ്റെ ഒപ്പം ശിവയെ കൊണ്ടാക്കാൻ പോയതാ. തെറ്റ് ചെയ്തതുപോലെ അവളുടെ മുഖം താഴ്ന്നു. ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ മനസ്സിൻ്റെ പിരിമുറുക്കം അവളുടെ മുഖഭാവത്ത് എടുത്തു കാട്ടി. ഇനി പോകുമ്പോൾ പറഞ്ഞിട്ട് വേണം പോകാൻ. എവിടെ പോയതാ, എന്ത് പറ്റിയതാണെന്ന് അറിയാതെ എല്ലാവരും ടെൻഷനാകും. അതുകൊണ്ടാ. ജാനകി അടുക്കള ഭാഗത്തേക്ക് നടന്നു. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും തന്നോട് ദേഷ്യമായിട്ടുണ്ടാകും. അവളുടെ സങ്കടം അധികരിച്ചു. റൂമിലെത്തി കുറച്ചു നേരം ബെഡിലിരുന്നു. ആകെ മൊത്തം ഒരു മടുപ്പ്. എന്തോ കൂട്ടിലിട്ടതുപോലെ. മുൻപ് നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല. അന്ന് പൈസയുടെ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെട്ടതുപോലെ. നെടുവീർപ്പോടെ അവൾ നെറ്റിയൊഴിഞ്ഞു. പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത്. മേലെടുത്ത് വന്നതിൽ പിന്നെ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. ആരും വിളിക്കാറുമില്ല. മിക്കപ്പോഴും ടേബിളിന് പുറത്ത് തന്നെയായിരിക്കും. അവൾ കൈയെത്തിച്ച് ടേബിളിലിരുന്ന ഫോൺ എടുത്തു. വേണിയുടെ കോളാണ്. മരുഭൂമിയിലെ ചാറ്റൽ മഴ പോലെ തീർത്തയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ തീർത്ത. അങ്ങേ തലയ്ക്കിൽ വേണിയുടെ ശബ്ദം കേട്ട് തീർത്തയ്ക്കുള്ളിൽ നൊമ്പരം പിടഞ്ഞുണർന്നു. പറയടി. സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ലടി. പുറത്തേക്ക് പോകുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഏകദേശം റെഡിയായി. അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു. ക്ഷമാപണം പോലെ വേണി പറഞ്ഞു. നീ പോവുകയാണോ? തീർത്തയുടെ വാക്കുകൾ ഇടറി. അതെ, മറ്റന്നാളാ ഫ്ലൈറ്റ്. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ നേരത്തെ അറിയിക്കാൻ പറ്റാതിരുന്നത്. ശരി, ഹാപ്പി ജേണി. ഉള്ളിലൂറിയ സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശരിയടി, ഞാൻ വിളിക്കാം. കുറച്ച് ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളും കൂടിയുണ്ട്. വേണി കോൾ കട്ട് ചെയ്തു. തന്നെക്കുറിച്ചൊന്നും ചോദിക്കാതെ വേണി കോൾ അവസാനിപ്പിച്ചപ്പോൾ തീർത്ത വളരെ വിഷമിച്ചു. മനസ്സ് വേദനിക്കുമ്പോൾ മൗനമാണ് നല്ലത്. ഉരുകി തീർന്നാലും മറ്റാർക്കും വേദനിക്കില്ലല്ലോ. സ്വയം ആശ്വസിച്ചുകൊണ്ട് അവൾ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് എഴുന്നേറ്റു. താഴേക്ക് പോവാൻ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നാൽ അതും പ്രശ്നമായാലോ എന്ന് കരുതി അവൾ പതിയെ ഹാളിലേക്ക് നടന്നു. ജാനകി ഹാൾ അടിച്ചു വാരുകയാണ്. പാർവതി TV കാണുകയും. ചിറ്റേ, ഞാൻ ചെയ്യാം. അവൾ ജാനകിയുടെ കയ്യിൽ നിന്നും ചൂല് വാങ്ങി. ജാനു, വൈകിട്ടത്തേക്ക് മഹിയേട്ടന് മാമ്പഴപ്പുളിശ്ശേരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോ. എന്നാലേ വൈകിട്ടത്തേക്ക് പാകത്തിനാവൂ. ടിവിയുടെ ചാനൽ മാറ്റുന്നതിനിടയിൽ പാർവതി പറഞ്ഞു. ശരി ചേച്ചി. തല കുലുക്കിക്കൊണ്ട് ജാനകി അടുക്കളയിലേക്ക് നടന്നു. ശരിക്കും ജാനകി ചിറ്റ അമ്മയുടെ അനിയത്തി തന്നെയാണോ? സ്നേഹത്തോടെയാണെങ്കിലും പലപ്പോഴും ആജ്ഞാപിക്കുന്നത് പോലെയാണ് ജാനകി ചിറ്റയോടുള്ള അമ്മയുടെ പെരുമാറ്റം. ഓരോന്നോർത്തുകൊണ്ട് അവൾ തൂക്കുന്നതിനിടയിലാണ് ടീപ്പോയിൽ ഇരുന്ന ചായ ഗ്ലാസ് താഴെ വീണുടഞ്ഞത്. തീർത്ത ഞെട്ടിപ്പോയി. താഴെ കിടക്കുന്ന ഗ്ലാസ്സിലേക്കും പകച്ചു നിൽക്കുന്ന തീർത്തയുടെ മുഖത്തേക്കും പാർവതി ദേഷ്യത്തോടെ മാറി മാറി നോക്കി. നാശം! ഇങ്ങനെ പൊട്ടിക്കാൻ സ്ത്രീധനം കൊണ്ടൊന്നുമല്ലല്ലോ കയറി വന്നത്. പാർവതി ദേഷ്യത്തോടെ പിറുപിറുത്തത് അവ്യക്തമാണെങ്കിലും അത് അവൾ കേട്ടു. ഹൃദയത്തിൽ 1000 മുള്ളുകൾ ഒരുമിച്ച് കുത്തിയിറങ്ങുന്ന വേദനയിൽ അവളൊന്ന് പിടഞ്ഞു. അപമാനത്താൽ പൊള്ളിപ്പിടഞ്ഞു. എന്തേച്ചി? ഒച്ച കേട്ട് ഓടിവന്ന ജാനകി ദേഷ്യത്താൽ വിറയ്ക്കുന്ന പാർവതിയെയും പേടിച്ചിരണ്ട് നിൽക്കുന്ന തീർത്തയെയും മാറി മാറി നോക്കി. പിന്നീടാണ് അവരുടെ കണ്ണുകൾ താഴെ കിടക്കുന്ന ഗ്ലാസ്സിൽ പതിഞ്ഞത്. അയ്യോ, ഇതെന്ത് പറ്റി? അശ്രദ്ധ അല്ലാതെന്ത്? വേഗം അടിച്ചു വാരി കളയാൻ പറ ജാനകി, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കാലിൽ കുത്തിക്കൊള്ളും. അതും പറഞ്ഞുകൊണ്ട് ചില്ല് കാലിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് അപ്പുറത്തേക്ക് പോയി. അറിയാതെ പറ്റിയതാ ചിറ്റേ. തീർത്ത നിറമിഴികളോടെ പറഞ്ഞു. അതൊന്നും സാരമില്ല. ഇവിടെ ഒരു ലോഡ് കുപ്പിക്ലാസ് ഇരിപ്പുണ്ട്. മോൾ അത് വേഗം അടിച്ചു വാരിക്കളയൂ, അല്ലെങ്കിൽ കാലിൽ കൊള്ളും. അപ്പോഴേക്കും അടുക്കളയിൽ എന്തോ ശബ്ദം കേട്ട് ജാനകി തിരിഞ്ഞു നടന്നു. നാശം! ഇങ്ങനെ പൊട്ടിക്കാൻ സ്ത്രീധനം കൊണ്ടൊന്നുമല്ലല്ലോ കയറി വന്നത്.
ആ വാക്കുകൾ കാതിൽ മുഴങ്ങുമ്പോൾ താഴെ പൊട്ടിച്ചിതറി കിടക്കുന്ന തൻ്റെ ജീവിതമാണെന്ന് തീർത്തയ്ക്ക് തോന്നി. എന്താ സ്വപ്നം കണ്ടു നിൽക്കുന്നേ? വേഗം അവിടെ വൃത്തിയാക്കാൻ നോക്ക്. റൂമിലേക്ക് പോകുന്നതിനിടയിൽ പാർവതി പറഞ്ഞത് കേട്ട് അവൾ വേഗം ചില്ലെല്ലാം അടിച്ചു വാരിയെടുത്തു. ചേച്ചി പറയുന്നതൊന്നും കേട്ട് വിഷമിക്കണ്ട. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയാണ്. മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് തുറന്നു പറയും. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്നൊന്നും ചിന്തിക്കില്ല. അല്ലാതെ മോളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ചില്ല് പറമ്പിൻ്റെ തെക്കേ അതിരിൽ കൊണ്ട് കളഞ്ഞിട്ട് വരും വഴി വേപ്പില നുള്ളാൻ നേരം ജാനകി പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു മറുപടിയുമില്ലാത്തതിനാൽ അവളൊന്ന് മൂളി. ലഞ്ച് ബ്രേക്കിന് വേണ്ടി ക്യാബിനിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് അവൻ ഫോൺ കയ്യിലെടുത്തത്. അതിൽ ചെറപറ മിസ്ഡ് കോൾ ഉണ്ട്. സൈലൻ്റ് ആക്കിയതുകൊണ്ട് അവനത് അറിഞ്ഞില്ല. കൂടുതലും ആർദ്രയുടെ കോളാണ്. അവളോട് ഉച്ചയ്ക്ക് കാണാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് അവൻ ഓർത്തത്. വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. അവനത് പ്ലേ ചെയ്തു. അവൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്തുകൊണ്ട് അവൻ ഫോൺ പോക്കറ്റിൽ വെച്ച് ഇറങ്ങി. ഡാ, എവിടേക്കാ? പാൻട്രി റൂമിലേക്ക് പോവാതെ മാധവ് പുറത്തേക്ക് നടക്കുന്നത് കണ്ട് വിഷ്ണു ചോദിച്ചു. ആർദ്ര കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് മാത്രം കേൾക്കാൻ പാകത്തിന് ശബ്ദം കുറച്ച് മാധവ് പറഞ്ഞു. എന്തിന്? വിഷ്ണുവിൻ്റെ മുഖത്ത് സംശയത്തിൻ്റെ ചുളിവുകൾ. അറിയില്ല, പോയിട്ട് വരാം. കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. പറഞ്ഞതുപോലെ അവൾ ബാങ്കിൻ്റെ പുറത്തുണ്ട്. മാധവിനെ കണ്ടതും അവൾ കൈയുയർത്തി കാണിച്ചു. ഷർട്ടൊന്ന് വലിച്ചിട്ടുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു. എന്താ കാര്യം? എടുത്തടിച്ചതുപോലെ അവൻ ചോദിച്ചു. അതൊക്കെ പറയാം. ലഞ്ച് ടൈം അല്ലേ? നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. ഒപ്പം സംസാരിക്കുകയും ചെയ്യാം. അവൾ മിഴികൾ വിടർത്തി അവനെ നോക്കി. ഇന്നത്തോടെ ആർദ്രയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് എതിർത്തൊന്നും പറയാതെ മാധവ് അവളുടെ കാറിലേക്ക് കയറി. ആർദ്രയുടെ മനസ്സിൽ ലഡു പൊട്ടി. വിളിച്ചെങ്കിലും അവൻ വരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തേ കയറുന്നില്ലേ? വിൻഡോയിലൂടെ തല പുറത്തേക്കിട്ടുകൊണ്ട് അവൻ ചോദിച്ചതും ആർദ്ര ഓടി ഡ്രൈവർ സീറ്റിൽ കയറി. അടുത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കാറ് പായിച്ചു. ലക്ഷറി റെസ്റ്റോറൻറ്റിൻ്റെ മുന്തിയ ടേബിൾ തന്നെയാണ് ആർദ്ര അവർക്കായി തിരഞ്ഞെടുത്തത്. ടേബിളിൽ ഇരുവശത്തായി ഇരിക്കുമ്പോൾ ഈമ പോലും ചിമ്മാതെ ആർദ്രയുടെ മിഴികൾ തന്നെ തൊടുന്നത് മാധവ് അസ്വസ്ഥതയോടെ അറിഞ്ഞു. എന്താ കാര്യം? കണ്ണട ഒരൽപ്പം കയറ്റി വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. മാധവേട്ടൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നി. ചെറുനാണത്തോടെ അവളത് പറഞ്ഞപ്പോൾ മാധവിന് കലശമായ ദേഷ്യം തോന്നി. എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ? എന്തിന്? മാധവ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. മാധവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് കരുതി അവസാനിക്കുന്ന ബന്ധം മാത്രമാണോ നമുക്കിടയിലുള്ളത്? അല്ലെങ്കിലും തീർത്ഥയെപ്പോലൊരു പെണ്ണിനെ മാധവേട്ടനെ അംഗീകരിക്കാനാകുമോ? പണത്തിനു വേണ്ടി കല്യാണം കഴിച്ച അവളെപ്പോലൊരുവളെ സ്നേഹിക്കാൻ മാധവേട്ടനാകില്ലെന്ന് എനിക്കറിയാം. ആർദ്ര വാക്കുകളിലൂടെ വിഷം ചീറ്റി. അത് എന്തെങ്കിലും ആകട്ടെ, അതൊന്നും ആർദ്ര അന്വേഷിക്കേണ്ട കാര്യമില്ല. സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യം പറയാനാകുമെന്ന് കരുതിയാണ് ഞാൻ ആർദ്രയ്ക്കൊപ്പം വന്നത്. ഇതിപ്പോൾ വെറുതെ സമയം കളയാൻ. അവൻ ഈർഷ്യയിൽ തല കുടഞ്ഞു. മാധവിൻ്റെ മറുപടി കേട്ട് ആർദ്രയുടെ മുഖമൊന്ന് മങ്ങി. ഭാര്യയായിട്ട് അവളെ അംഗീകരിക്കാൻ മാധവേട്ടനാകുമോ? മുഖം ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതൊന്നും ആർദ്രയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലല്ലോ. പിന്നെ എന്താണ്? അവളുടെ ഓരോ ചോദ്യങ്ങളും മാധവൻ്റെ ഉള്ളിൽ വെറുപ്പ് നിറച്ചു. മാധവേട്ടാ, ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നനവാർന്ന കൺപീലികൾ ചിമ്മിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോൾ മാധവൻ്റെ മുഖം കൂടുതൽ മുറുകി. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ഇനിയും ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. അത് ആർദ്രയ്ക്കുള്ള എൻ്റെ അവസാനത്തെ വാണിംഗ് ആണ്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മുഖമടച്ചൊരു അടി കിട്ടിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. താൻ കരുതിയതിലും പ്രയാസമാണ് മാധവൻ്റെ മനസ്സ് കീഴടക്കാനെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും തീർത്ഥയ്ക്ക് അവനെ വിട്ടുകൊടുക്കാനും അവൾക്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നവളല്ല ഈ ആർദ്ര. അത് നിനക്ക് വഴിയെ മനസ്സിലാകും മാധവ് മഹേശ്വർ. അവളുടെ അണപ്പല്ലുകൾ ഞെരിഞ്ഞു. സ്കൂൾ ബസ് സ്കൂളിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ ടീച്ചർ തീർത്ഥയെ വിളിച്ചു പറഞ്ഞു. സ്കൂളിൽ നിന്നും ബസ് അവരുടെ വീടിൻ്റെ അടുത്തെത്താൻ എങ്ങനെ പോയാലും ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുമെങ്കിലും അവൾ വേഗം തന്നെ ഗേറ്റിൽ പോയി നിന്നു. അരമണിക്കൂറിന് പകരം 45 മിനിറ്റോളം എടുത്തിട്ടാണ് ബസ് അവരുടെ സ്റ്റോപ്പിൽ വന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങിയ ശിവ ഓടി വന്ന് ഓപ്പോളെ ചുറ്റിപ്പിടിച്ചു. അതിരില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു ആ കുഞ്ഞി കണ്ണുകളിൽ. എന്തേ? ബാഗ് ഒരു കയ്യിൽ വാങ്ങിക്കൊണ്ട് മറുകൈയാൽ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൺഗ്രാറ്റ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവർക്ക് മിഠായി കൊണ്ടുപോകണം. വാങ്ങിത്തരുമോ? ശിവ വാതോരാതെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ചോദിച്ചു. അതിനെന്താ, ഓപ്പ വാങ്ങിത്തരാം. ശിവയുടെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് തീർത്ത പറഞ്ഞു. ആ സന്തോഷത്താൽ ആ കുഞ്ഞിക്കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. അകത്തേക്ക് കയറിയതും പിടിച്ചു കെട്ടിയതുപോലെ ശിവയുടെ സംസാരം നിന്നു. മുഖം നിറയെ വല്ലായ്മയാണ്. ആ വീടിനുള്ളിൽ ശിവ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് തീർത്തയ്ക്കും അറിയാമായിരുന്നു.
ഓപ്പോളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശിവ മുകളിലേക്ക് നടന്നു. വിശക്കുന്നില്ലേ മോൾക്ക്? യൂണിഫോം മാറ്റി മേല് കഴുകുന്നതിനിടയിൽ തീർത്ത ചോദിച്ചു. ശിവ തലയാട്ടി. ഓപ്പ അട ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ശർക്കരയും അവിലും തേങ്ങയൊക്കെ ഇട്ടിട്ട്. അത് പറയുമ്പോൾ ശിവ ഉമിനീര് വിഴുങ്ങി. കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിക്കൊണ്ട് തീർത്ത അവളെയും കൂട്ടി താഴേക്ക് നടന്നു. അപ്പോഴേക്കും കോളേജിൽ നിന്നും ചിന്നു എത്തിയിരുന്നു. ചിന്നുവിനെ കണ്ടതും ശിവയുടെ മുഖം ഒന്ന് പ്രകാശിച്ചു. ശിവയുടെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് ചിന്നു തൻ്റെ റൂമിലേക്ക് പോയി. താഴെയെങ്ങും പാർവതിയെ കാണാത്തതുകൊണ്ട് തീർത്തയ്ക്ക് ആശ്വാസം തോന്നി. ശിവയുടെ മുൻപിൽ വെച്ച് തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ കുഞ്ഞിനത് വിഷമമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ജാനകിച്ചിറ്റ ഉച്ചമയക്കത്തിലാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അടുക്കളയിൽ ചെറിയ കോഫി ടേബിളിൻ്റെ മുകളിൽ ഇരുത്തിക്കൊണ്ട് അവൾ ചായയും അടയും എടുത്തു കൊടുത്തു. ചെറുചൂടുള്ള അട ശിവ ഊതിക്കഴിക്കുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് പുറത്ത് മഴ ചാറുന്ന ശബ്ദം പിറകുവശത്തിട്ടിരിക്കുന്ന ഷീറ്റിൽ തട്ടി അവൾ കേട്ടത്. നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് എല്ലാം അലക്കി തൊടിയിൽ കെട്ടിയിരുന്ന അഴയിലാണ് വിരിച്ചിരിക്കുന്നത്. നനഞ്ഞെങ്ങാനും പോയാൽ പാർവതി അതിനും വഴക്ക് പറയും എന്നോർത്ത് അവൾ കുഞ്ഞിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളവാതിൽ വഴി പുറത്തേക്കോടി. ഒരു കണക്കിന് എല്ലാം പെറുക്കിയെടുത്തപ്പോഴേക്കും തീർത്ത ആകെ നനഞ്ഞിരുന്നു. തുണിയുമായി അവൾ അകത്തേക്ക് കയറുമ്പോൾ അടുക്കളയിലിരുന്ന് ശിവ ചായ കുടിക്കുന്നുണ്ട്. ഓപ്പ ഇത് കൊണ്ടുപോയി മുകളിൽ ഇട്ടിട്ട് വരാം, താഴേക്കിറങ്ങാൻ ശ്രമിക്കരുത്, വീഴും, കുഞ്ഞിനോട് പറഞ്ഞുകൊണ്ട് അവൾ ആ തുണികളുമായി മുകളിലേക്ക് നടന്നു. മുകളിലേക്ക് നടക്കും വഴി എതിരെ ചിന്നു വരുന്നുണ്ടായിരുന്നു. തുണികളുമായി പ്രയാസപ്പെട്ട് സ്റ്റെപ്പ് കയറി വരുന്ന തീർത്തയെ കണ്ടെങ്കിലും ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ചിന്നു അവളെയും കടന്ന് താഴേക്ക് നടന്നു. അവളുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് തീർത്തയ്ക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. മുകളിലത്തെ നിലയിൽ സൈഡിലായി തുണികൾ വിരിക്കാനായി ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ തുണികൾ ഓരോന്നായി വിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് താഴെ നിന്നും പാർവതിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം അവൾ കേട്ടത്. ആരെയാണാവോ അവൾ മനസ്സിലോർത്തു. പെട്ടെന്നാണ് ശിവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. തീർത്ത അമ്പരന്നു പോയി. എന്താ എന്താ ശിവു? കയ്യിലിരുന്ന് തുണി താഴെ വെച്ചുകൊണ്ട് അവൾ കുഞ്ഞിനു മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. ആ ആൻറ്റി വഴക്ക് പറഞ്ഞു. ഏങ്ങലടിച്ചുകൊണ്ട് ശിവ പറഞ്ഞൊപ്പിച്ചു. സങ്കടത്തിൽ ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. എന്തിന്? തീർത്തയ്ക്കൊന്നും മനസ്സിലായില്ല. ആ കണ്ണുനീർ വീണ് അവളുടെ ഹൃദയം വല്ലാതെ പുകയുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. ഞാൻ അടുക്കളയിലെ ടേബിളിലിരുന്ന് ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ ചിന്നു ചേച്ചി ചായ എടുക്കാനായി അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് TV കണ്ടുകൊണ്ട് ഒരുമിച്ച് ചായ കുടിക്കാം എന്ന്. ഞാൻ ചിന്നു ചേച്ചിയുടെ കൂടെ ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. അപ്പോൾ ആ ആൻറ്റി അങ്ങോട്ട് വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. ചായ സോഫയിൽ വീണ ആരു തുടയ്ക്കുമെന്നൊക്കെ ചോദിച്ച് എന്നോട് തറയിലിരിക്കാൻ പറഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ ശിവ ഏങ്ങലടിച്ചു. കേട്ടിട്ട് തീർത്തയ്ക്ക് സഹിക്കാനായില്ല. തന്നെ എന്ത് പറഞ്ഞാലും സഹിക്കാൻ അവൾ ഒരുക്കമായിരുന്നു. പക്ഷേ ശിവയെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് പൊറുക്കാനോ ക്ഷമിക്കാനോ കഴിയില്ലായിരുന്നു. കാരണം അവൾ ജീവിക്കുന്നത് പോലും ആ കുഞ്ഞു ജീവന് വേണ്ടിയിട്ടാണ്. തീർത്ത കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. അവിടെ പാർവതിയും ചിന്നുവും ഇരുന്ന് TV കണ്ടുകൊണ്ട് ചായ കുടിക്കുകയാണ്. അമ്മേ, അമ്മ എന്തിനാ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞേ? പാർവതിക്ക് മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ ആ ചോദ്യം ഇഷ്ടമാകാത്തതുപോലെ പാർവതി അവളെ അടിമുടി നോക്കി. തെറ്റ് കാണിച്ചാൽ ഇനിയും വഴക്ക് പറയും, വേണമെങ്കിൽ തല്ലുകയും ചെയ്യും. ധാർഷ്ട്യത്തോടെയായിരുന്നു പാർവതിയുടെ മറുപടി. വഴക്ക് പറയാൻ മാത്രം എന്ത് തെറ്റാ ശിവു ചെയ്തത്? ചിന്നു വിളിച്ചിട്ടല്ലേ അവൾ ഇവിടെ വന്നിരുന്നത്? തീർത്തയുടെ ശബ്ദം ദേഷ്യവും സങ്കടവും ഇടകലർന്നിരുന്നു. അപ്പോഴേക്കും ഹാളിലെ ബഹളം കേട്ട് ഉച്ചയുറക്കത്തിലായിരുന്ന ജാനകി എഴുന്നേറ്റ് അങ്ങോട്ട് വന്നു. എന്താ ഇവിടെ? സോഫയിലിരിക്കുന്ന ചേച്ചിയെയും ചേച്ചിയുടെ മുൻപിൽ നിൽക്കുന്ന തീർത്തയെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാനകി ചോദിച്ചു. നീ അല്ലേ ജാനകി പറഞ്ഞത് ഇവളൊരു പാവമാണെന്ന്? വായിൽ വിരലിട്ട് കുത്തിയാൽ പോലും കടിക്കില്ലെന്നും. എന്നാ അങ്ങനെയല്ല, ഒപ്പത്തിനൊപ്പം പറയാൻ നല്ല നീളമുള്ള നാവുണ്ട്. കണ്ടില്ലേ എന്നെ ചോദ്യം ചെയ്യുന്നത്? പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു. ചോദ്യം ചെയ്തതല്ല ജാനകി ചിറ്റേ, അമ്മ വെറുതെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞെന്നറിഞ്ഞപ്പോൾ ചോദിച്ചതാണ്. അവൾ ജാനകിയുടെ നേരെ തിരിഞ്ഞു. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞോ? തീർത്തയുടെ പുറകിൽ നിൽക്കുകയായിരുന്ന ശിവയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പാർവതി ചോദിച്ചപ്പോൾ കുഞ്ഞ് പേടികൊണ്ട് ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. കുഞ്ഞല്ലേ, പിടിവിട്ട് ചായ സോഫയിൽ വീഴണ്ട എന്ന് കരുതി താഴെയിരുന്ന് ചായ കുടിക്കാൻ ഞാൻ പറഞ്ഞു. അതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി ചേച്ചിയുടെ ചെവിയിലോതി കൊടുക്കുമെന്ന് ഞാൻ കരുതിയോ? അത്രയ്ക്കൊക്കെ ഉണ്ടോ ഈ കുരുന്ന്? ദേഷ്യത്തോടെ ശിവയെ നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ പേടികൊണ്ട് കുഞ്ഞിൻ്റെ മുഖം താഴ്ന്നു. ചേച്ചി ആ കുഞ്ഞിനെ വിട്ടേ, ദേ അത് പേടിക്കുന്നു, ജാനകി പറഞ്ഞു. എന്തോ പിറുപിറുത്തുകൊണ്ട് പാർവതി ശിവയുടെ കയ്യിൽ നിന്നും പിടുത്തം വിട്ടപ്പോൾ ശിവ ഓടിച്ചെന്ന് ഓപ്പോളെ കെട്ടിപ്പിടിച്ചു. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ ചായ കുടിക്കുകയാണ് ചിന്നു.
മോളെ, നീ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോ. പേടിച്ചിരണ്ട് നിൽക്കുന്ന ശിവയെ നെറുകിൽ തഴുകിക്കൊണ്ട് ജാനകി പറഞ്ഞു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങൾ എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ തീർത്ത വളരെ ആശങ്കപ്പെട്ടു. എന്ത് വേണമെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ശിവ, അവളുടെ മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. തീർത്ത കുഞ്ഞിനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു.